ഹായ് ഹലോ നമസ്കാരം. വളരെ താഴ്ന്ന രീതിയിൽ കിടക്കുന്ന ആൾക്കാർ ഉന്നതങ്ങളിൽ പറക്കണം. അവരുടെ ചിന്തകൾ ഇത്തിക്കൂടെ വിശാലമാകണം. ഒരുപാട് സ്വപ്നം കാണാൻ അവരെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞത് ബിഗ് ബോസ് സീസൺ 5 കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ശോഭ വിശ്വനാഥ് എന്ന് പറയുന്ന ആദർശപരമായ ആ ലേഡിയാണ്. ആദർശശുദ്ധയായ ഈ ലേഡി ഇതിനു മുമ്പ് ഒരു കഞ്ചാവ് കേസിലുമൊക്കെ പ്രതിപട്ടികയിൽ വന്നിട്ട് പ്രണയ നൈരാശ്യം കൊണ്ട് തന്റെ കാമുകം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവരിത് മാത്രമല്ല, ഇതല്ലാതെ ഒരുപാട് കേസിന്റെയൊക്കെ പാർട്ടായിരുന്നു. നമുക്ക് അറിയാവുന്നത് ഇത് മാത്രം. ഇപ്പൊ ബിഗ് ബോസിൽ പറഞ്ഞ് അല്ലെങ്കിൽ അവർ ഫേമസ് ആവുന്നത് ഈ ഒരു തട്ടിപ്പ് മാത്രം. ഇതല്ലാതെ കഴിഞ്ഞ ദിവസം ആദിവാസി യുവാവ് തന്നെ അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവമായിരുന്നു. ഒരു ആദിവാസി യുവാവിനെ ഇതേ കണക്ക് നടു റോഡിൽ കൂടെ 2 കിലോമീറ്ററോളം വലിച്ചു കൊണ്ടുപോയ നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണിക്കാൻ ഒക്കത്തില്ല. കാര്യം അത്ര നീചപരമായ ഒരു പ്രവൃത്തിയാണ് അവിടെ നടന്നത്. അപ്പൊ ആ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 24 ന്യൂസ് ലൈവില് ഒരു ഒരു സംസാരം ഉണ്ടായിരുന്നു, അന്തിച്ചർച്ച ഉണ്ടായിരുന്നു. അന്തിച്ചർച്ചയിൽ ധന്യരാജൻ എന്ന് പറയുന്ന ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം ഇവിടെ ബിഗ് ബോസുമായിട്ടും അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ സംസാരിക്കാൻ നേരത്ത് ചെറിയൊരു ഇഷ്യൂ ആണെങ്കിലും വലുതായിട്ട് സംസാരിക്കുന്നതാണ്. എന്നിട്ട് ഇത്ര വലിയൊരു ഇഷ്യൂ ആയിട്ടും ശോഭാ വിശ്വനാഥ് ആയതുകൊണ്ട് മാത്രം ആരൊക്കെയോ ഭയന്നിട്ട് ഈ വിഷയം മറച്ചു വെച്ചു. അതുകൊണ്ടാണ് പലരും എനിക്ക് ഈ സംഭവം സെൻഡ് ചെയ്തു വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞത്. ഇതിനകത്ത് ധന്യരാജൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റായ ഈ സ്ത്രീ പറയുന്നത് അത്ര തള്ളിക്കളയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാര്യം ശോഭാ വിശ്വനാഥ് എന്ന് പറയുന്ന വ്യക്തിയുടെ മുൻകാല ചരിത്രങ്ങളെ അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ധന്യരാജൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസി കുട്ടികൾക്ക് പുരോഗതിക്ക് വേണ്ടി നടക്കുന്ന ശോഭാ വിശ്വനാഥ് എന്ന് പറയുന്ന വ്യക്തി ആദിവാസി കുട്ടികൾക്ക് വേണ്ടി ചെലവാക്കിയ സർക്കാർ അനുവദിച്ച 1 കോടി രൂപ അത് മാസ്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ കണക്ക് കേന്ദ്ര സർക്കാർ കൊടുത്ത 1 കോടി രൂപ തട്ടി. ഇന്ന് വരെ ഒരു മാസ്കും കൊടുത്തിട്ടില്ല, ഒരു കുന്തവും കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാം കോവിഡ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണിത്. കോവിഡ് കഴിഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞു. ഇന്ന് വരെ ആ 1 കോടി രൂപയുടെ കണക്കോ കാര്യങ്ങളോ ഒന്നും ശോഭ എവിടെയും വ്യക്തമാക്കിയിട്ടില്ല. ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, ധന്യരാജൻ തന്നെ പറയുന്ന കാര്യങ്ങളെ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് കാണാം. ശോഭ ശോഭ എന്ന് പറയുന്നൊരു സ്ത്രീക്ക് ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാമാണ്. അതായത് ബിഗ് ബോസ് ആ സ്ത്രീ ആദിവാസി കുട്ടികൾക്ക് മാസ്ക് തയ്ക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് 1 കോടി രൂപ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുത്തിട്ട് പോയി. 1 കോടി രൂപ. അവര് ഒരു മാസ്ക് പോലും തയ്ച്ചു കൊടുത്തില്ല. അവരൊരു കോളനി പോയിട്ടില്ല. അവർക്കെതിരെ ഒരു എൻക്വയറി ഇല്ല. ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാരെ ഇവിടെ ഏതോ ഒരു മാഫിയ ഉണ്ട്. രാഷ്ട്രീയത്തിനും ഈ സംസ്ഥാന സർക്കാരിനും അതീതമായിട്ട് അവരാണ് ഈ SC/ST ഡിപ്പാർട്ട്മെന്റ്. എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് താരങ്ങളുടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ചാനലുകൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നില്ല? ഇതിനകത്ത് എന്താണ് മറയ്ക്കാനുള്ളത്? ശോഭ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും വന്ന് സംസാരിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം വലിയ ഒരു ഇത് തന്നെയാണ്. ഇതിനകത്ത് ഈ ധന്യരാജൻ തന്നെ പറയുന്നുണ്ട്, ഇതൊരു കോക്കസ് ആണ്. ഈ കോക്കസിനകത്ത് പെടുന്ന വലിയ രാഷ്ട്രീയക്കാരും ഒക്കെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും ഒക്കെ പെടുന്ന ഒരു കോക്കസിന്റെ ഭാഗമാണ് ഈ പറയുന്ന ശോഭ വിശ്വനാഥ് എന്ന് പറയുന്ന ഈ ഒരു ലേഡി. അപ്പൊ ഇവര് തട്ടിപ്പ് ഈ പറയുന്ന ആദിവാസികളെ മറ്റുമൊക്കെ തട്ടിച്ചുകൊണ്ട് ഒരുപാട് പരിപാടികൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ കഞ്ചാവ് എന്നൊക്കെ പറയുമ്പോൾ ശോഭയുടെ പേരിൽ നേരത്തെ ഉള്ള ഇഷ്യൂ ഒക്കെയാണ്. അപ്പൊ ഈ കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരാൻ നേരത്ത് ഈ ആദിവാസി ഊരിൽ നിന്ന് ഈ പറയുന്ന ഒരു കാട്ടിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ആദിവാസി ഊരില് ഈ സാധനം എത്തിക്കുകയും ഇതിന്റെ ന്യൂ വേർഷൻ സാധനങ്ങൾ എത്തിക്കുകയും അവിടുന്ന് ഈ പറയുന്ന ഒരു കഞ്ചാവ് കണക്കുള്ള സാധനങ്ങൾ വെട്ടി കൊണ്ടു കൊടുക്കാൻ ഈ ആദിവാസി ആൾക്കാരെ ഉപയോഗിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ ഈ ശോഭയുടെ പഴയ കേസുമൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു പയ്യന് ഇതുമായിട്ട് ഒരു ബന്ധവും കാണാൻ ചാൻസ് ഇല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ. സോ എന്തായാലും ആദിവാസി കുട്ടികൾക്ക് അവർക്ക് ഈ പറയുന്ന ഈ ഒരു കോക്കസിൽ നിന്നുകൊണ്ട് കഞ്ചാവും ബാക്കി കാര്യങ്ങളും ഒക്കെ ഇത് സപ്ലൈ ചെയ്യുന്നതിനെ പറ്റി ഇവര് സംസാരിക്കുന്നത്, അതും കൂടെ നമുക്കൊന്ന് കാണാം. കൃത്യമായിട്ടുള്ള മാഫിയ നമുക്ക് അങ്ങനെ പൂട്ടാൻ പറ്റില്ല. ഇപ്പൊ കോടതി, ഇപ്പൊ പോലീസിലെ ഒരു കാര്യം ഞാൻ പറയാം. മൂന്നാർ MRS ഒരു അബ്ദുൾ സത്താർ എന്ന് പറഞ്ഞൊരു വാച്ച്മാൻ ആദിവാസി കുട്ടികളെ ബോയ്സിന് രാത്രി ഷർട്ട് ഊരിയിട്ട് ആ തണുപ്പത്ത് മർദ്ദിക്കുവാണ്.
മർദ്ദിച്ച് മൂന്നാർ ഡിവൈഎസ്പി കേസെടുത്തു. കേസെടുത്ത് കുറച്ചുനാൾ ഇന്നപ്പം ഇവനെ റിമാൻഡ് ചെയ്തു, പ്രതിയെ റിമാൻഡ് ചെയ്തു. വീണ്ടും ഡിവൈഎസ്പി ആ കേസ് കോഷ് ചെയ്ത് കളഞ്ഞു. അത് ഇല്ല, ആ കേസ് ഇല്ല, ഈ കുട്ടികൾ പോലും അറിഞ്ഞിട്ടില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഞങ്ങൾ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ആ കാര്യം റിസൾട്ട് ഉണ്ടാവുന്നില്ല. അപ്പൊ അതിനിടയിൽ ഒരു ശക്തി അതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, ആദിവാസി വിഭാഗത്തിനെതിരായിട്ടുള്ള ഈ ഇത്തരം അതിക്രമങ്ങൾ മാത്രമല്ല, ഇപ്പോ നവജാത ശിശുക്കൾ മരിക്കുന്നത്, ഈ ശിശുമരണ നിരക്ക് നോക്കുമ്പോൾ, അതല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ചികിത്സ കിട്ടാതിരിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ വനം വകുപ്പ് അവരുടെ കുടിലുകളും ഈ വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ വാസ 24 ന്യൂസിലെ ഈ ഒരു ചർച്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ധന്യരാജൻ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്ക് ബോധ്യമാവുന്നത് തന്നെയാണ്. ഇവർ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ശോഭയുടെ ഭാഗം എന്താണെന്ന് ശോഭ ഒന്ന് വിശദീകരിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ശോഭ ഇതൊന്നും അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശോഭ വിശ്വനാഥ് ഈ പ്രൈമറി PR-ആയിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു ഇഷ്യൂവിൽ നമുക്ക് അറിയാവുന്ന കേസാണ്. അപ്പൊ കുറച്ചുകൂടെ ആയിട്ടൊക്കെയാണ് ഈ സ്ത്രീ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു വിഷയത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് മുമ്പ് ഈ പ്രൈമറി ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്നുള്ള ആ ഒരു ചാനൽ, നമ്മുടെ ദീപ്തി ടീച്ചറിന്റെ ചാനലിൽ നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയാം. അതിനകത്തൊരു പെൺകുഞ്ഞിനെ ഇത് കണക്ക് ദുരുപയോഗം ചെയ്തിട്ട് ഇവരിത് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ കൊണ്ട് ചെന്നപ്പോൾ അവരെ ആ നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ജനങ്ങളുടെ ഇടയിൽ നിന്ന്, ഈ പറയുന്ന ആദിവാസി ഊരിൽ നിന്നും ഇവരെ അകറ്റി നിർത്താനാണ് ആ ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. അപ്പൊ ആ ഒരു രീതിയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ശരിക്കും ഇത് തിരുവനന്തപുരം ബേസ് ചെയ്ത്, ഇതിപ്പം ഇതിന്റെ ഫോക്കസ് എവിടെന്ന് ഒരു വ്യക്തതയില്ലായിരുന്നു. ഈ ഉദ്യോഗസ്ഥ ഫോക്കസ് അല്ലെങ്കിൽ ഈ കോക്കസ് ഉള്ളത് തിരുവനന്തപുരം ബേസ് ചെയ്താണെന്ന് ഉള്ള ഒരു ഏകദേശമൊക്കെ ഒരു ധാരണ നമുക്കിപ്പം ഈ ഒരു പ്രോഗ്രാം അതായത് ഈ ഒരു ചർച്ച കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ഇങ്ങനെയുള്ള അവന്മാരെ മടല് വെട്ടി അടിക്കുകയാണ് വേണ്ടത്. ആ പത്തനംതിട്ടയുമായിട്ട് ബന്ധപ്പെട്ട ആ കാട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾ ദീപ്തി ടീച്ചറിന്റെ ചാനലിൽ പോയ കുറച്ച് ദിവസങ്ങൾക്കും അല്ലെങ്കിൽ 1-2 ആഴ്ചകൾക്ക് മുമ്പുള്ള ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്തരത്തിലുള്ള നാറിയ പരിപാടികൾ അവരെന്ത് ചെയ്താലും അവരെ ഇതാക്കുക, ഇതേ കണക്ക് ലഹരിയും മറ്റുമൊക്കെ അവിടെ ഉത്പാദിപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് കിട്ടുന്ന, അവരൊരിക്കലും ഉയർന്നു വരരുത്, അവർ ഈ കീഴിൽ തന്നെ കിടക്കണം, എന്നാലും ഇവർ പറയുന്ന പണിയെടുക്കും, ഈ സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്ന പണിയെടുക്കും. അപ്പൊ ഇവർ ഈ കീഴിൽ തന്നെ കിടക്കണമെന്ന് ഉദ്ദേശിച്ച് ഇവര് ഒരു രീതിയിൽ ഉയർന്നു വരരുതെന്ന് ചിന്തിക്കുന്ന, ഇവരുടെ പണം തട്ടുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥർക്കിടയിലാണ് ഈ ശോഭ എന്ന് പറയുന്ന സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഈ സ്ത്രീയും എന്ന് കേൾക്കുമ്പോൾ അങ്ങേയറ്റം ലജ്ജാകരം തന്നെയാണ് ശോഭ. സോ ഈ ഒരു ഇത് ശോഭ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിനൊരു മറുപടിയും കൂടെ ശോഭ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.